മിക്ക ആളുകളും അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് പോകുന്നതായി അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുതിർന്ന ഒരു ചേട്ടൻ വഴിയാണ് ഇവർ ഈ ജമ്മു കാശ്മീരിലേക്ക് അവധി ആഘോഷിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവർ യാത്ര അയച്ചിരുന്നത്. രാമചന്ദ്രൻ്റെ ഭാര്യ ഷീല, ഒപ്പം തന്നെ രാമചന്ദ്രൻ്റെ മകൾ ആരതി എന്ന് വിളിക്കുന്ന അമ്മു, ഒപ്പം തന്നെ ആരതിയുടെ 2 കുട്ടികളുമാണ് ഈ വിദേശ യാത്രയ്ക്കുണ്ടായിരുന്നത്. ഈ ജമ്മു കാശ്മീരിലെ ഈ യാത്രയ്ക്ക് പോയിരുന്നത്. ഇന്നലെ രാവിലെ ആയിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അവർ യാത്ര പുറപ്പെട്ടത്. ഹൈദരാബാദ് വഴിയായിരുന്നു ജമ്മു കാശ്മീരിലേക്ക് യാത്ര പുറപ്പെട്ടത്. അതിലും ഈ വാർത്തയൊക്കെ കണ്ടപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിലും ഒരാൾ പോയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരത്തിൽ വലിയ ഒരു തിരിച്ചടി സംഭവിക്കും എന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. അതൊരു പൊതുപ്രവർത്തന രംഗത്തിലടക്കം അദ്ദേഹം സജീവമായിരുന്നു. അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ മറ്റുള്ളവരോട് പിണക്കമില്ലാതെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഒക്കെ തന്നെ പെരുമാറിയിരുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും എല്ലാവർക്കും അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണ്? ഞങ്ങൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരുമാണ്. കൊള്ളുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ പറയേണ്ടായില്ല, എൻ്റെ ക്ലാസ്മേറ്റും കൂടിയായിരുന്നു. ആള് നല്ല സോഷ്യലാണ്, എല്ലാവരുമായിട്ട് ഇടപഴകാനൊക്കെ വളരെ സജീവമായിരുന്നു. ഞങ്ങളുടെ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും കൂടെ. ഞാൻ പ്രസിഡൻറ്റും അങ്ങനെ വൈസ് പ്രസിഡൻറ്റുമാണ്, സെക്രട്ടറി. വെരി ആക്റ്റീവ് എല്ലാത്തിലും. ആൻഡ് എസ്പെഷ്യലി ഹിസ് നേച്ചർ ഇസ് വെരി, എല്ലാവരും കോപ്പറേഷനായിട്ടും വലിയ ഇതായിട്ട് നടക്കുന്ന ആളാണ്. വെരി കോപ്പറേറ്റീവ്. പിന്നെ ഇത് അറേഞ്ച് ടൂറാണ്, ഒരു ഫാമിലി അറേഞ്ച് ടൂറാണ്, നോട്ട് പാക്കേജ്. ഒരു നേരത്തെ ഐറ്റിനറിയൊക്കെ നേരെ എടുത്ത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ പോയതാണ്. മകളെത്തിയിട്ട് ഇപ്പോൾ 3-4 മാസം 5 മാസം. പുള്ളിക്കാരത്ത് ദുബായിലായിരുന്നു. ഇപ്പോൾ കുട്ടികളിവിടെ പഠിക്കുക, അവിടെ സ്കൂളിൽ ബ്രിട്ടീഷ് സ്കൂളാണ്. 2 കുട്ടികളാണ്. വളരെ വികാരനിർഭരമായാണ് ആളുകളൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. വളരെ ചെറുപ്പം തൊട്ടേ രാമചന്ദ്രനെ അറിയാവുന്ന ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പറയുന്നതനുസരിച്ച് എല്ലാവരോടും വളരെ സൗഹൃദപൂർവ്വം തന്നെ ഇടപെട്ടിരുന്ന വ്യക്തിയായിരുന്നു. മകൾ വിദേശത്തായിരുന്നു. ഇവിടെ നാട്ടിലെത്തിയിട്ട് ഒരു 3-4 മാസം ആയുള്ളൂ. മകളുടെ കുട്ടികൾ, അതായത് കൂടെ ഉണ്ടായിരുന്ന ഈ ഇരട്ട കുട്ടികൾ ഇവിടെയായിരുന്നു പഠിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഈ വാർഡിലെ മുൻ കൗൺസിലർ കൂടി ചേരുന്നുണ്ട്. ഈ എങ്ങനെയാണ് അവരുടെ മകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. മകളായിട്ട് ടി സിദ്ദിഖ് MLA ശ്രീനഗറിലുണ്ട്, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സേഫാണ്. അവർ ടൂർ പോകുന്ന കാര്യമൊക്കെ നേരത്തെ ലോക്കലായിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല. നമ്മുടെ അയൽവാസിന് പാക്കേജ് അല്ല, ഇവർ ഇൻഡിവിജ്വലായിട്ട് പോയത്. അതുകൊണ്ടാണ് അറിയാൻ പറ്റാണ്ട് വന്നത്. നല്ല പൊതുപ്രവർത്തകനാണ്. വിദേശ ജീവിതത്തിന് ശേഷം ഇവിടെ പൊതുപ്രവർത്തനമായിട്ട് നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആർക്കും ശത്രുക്കളില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ അറിവിൽ ഞാനൊരു 10-15 വർഷമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. വളരെ ശക്തമായ ഒരു പൊതുപ്രവർത്തനമായിട്ട് ജീവിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് അറിയില്ല, ദുബായിലായിരുന്നു. മകനായിട്ട് ഇപ്പോൾ DCC പ്രസിഡന്റ് ബന്ധപ്പെട്ടിരുന്നു, അദ്ദേഹം സംസാരിച്ചിരുന്നു. അതാണ് ഇപ്പോഴുള്ള കിട്ടിയ വിവരം.